ഹലോ, ദേ കണ്ടില്ലേ ചിക്കൻ അച്ചാറാണേ. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്താലോ? ആദ്യം തന്നെ ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. മാരിനേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണിൽ കുറച്ചുകൂടെ കൂടുതൽ ഉപ്പ്, പിന്നെ ഒരു ഫുൾ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതിനെ എന്തൊക്കെയാണ് ആവശ്യത്തിനുള്ളതെന്ന് നോക്കാം. ഞാൻ കുറച്ച് കൂടുതൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മുടെ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വിനാഗിരി, കായം. ഇത്രയും ആവശ്യമാണ് കേട്ടോ നമ്മുടെ അച്ചാറിടാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനെല്ലാം ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണേ. സാധാരണ എപ്പോഴും എല്ലാവരും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഫുഡുകളിൽ നമുക്ക് ശരിയാവത്തില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മളെപ്പോഴും അച്ചാർ കരുതുന്നത് അല്ലേ. അങ്ങനെ ഞാനും പഠിക്കാൻ പോകുന്ന സമയത്താണ് കൂടുതലും ഞാനും അച്ചാർ കഴിക്കുന്നത്. അതിൽ എൻ്റെ അമ്മ ഇടുന്ന വൺ ഓഫ് ദ ബെസ്റ്റും വൺ ഓഫ് മൈ ഫേവറേറ്റ് അച്ചാർ കേട്ടോ ഈ ചിക്കൻ അച്ചാർ. പുള്ളിക്കാരി ചിക്കൻ ഇടും, ബീഫ് ഇടും, മീൻ, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് അച്ചാർ കേട്ടോ. അതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ഇതേ പാനിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് കടുകും നമ്മുടെ ഉലുവയും കൂടെ പൊട്ടിച്ചെടുക്കാൻ പോവുകയാണേ. ആ കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഇതിൻ്റെയും പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എല്ലാ മസാലകളും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ ഈ മസാലകളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഈ മസാലകളുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കായം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ മസാല എടുത്ത അതേ ബൗളിൽ തന്നെ ഒരു 1/2 ബൗളിൽ വിനാഗിരിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നില്ല. ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഉപ്പിടുന്നത് കേട്ടോ. നമ്മുടെ പണി കഴിഞ്ഞു. നമ്മുടെ ഈ അച്ചാർ ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇട്ട് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കുകയല്ലേ. ഓക്കെ, ബൈ.